بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, ഈ പ്രോഗ്രാം ഞാൻ ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും 2 മണിക്കൂറോളം വൈകി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനുവേണ്ടി ഈ പണ്ഡിതന്മാരോടും അതുപോലെ മധ്യസ്ഥന്മാരോടും ഇത് വീക്ഷിക്കുന്ന എല്ലാവരോടും ഈ യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒത്തുകൂടലും ചർച്ചകളും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും ഗുണമായി തീരട്ടെ. ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ സംഘടനയിലെ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കുമിടയിലുള്ള വളരെ ചെറിയതും എന്നാൽ വളരെ ഗൗരവമേറിയതുമായ അഭിപ്രായ വ്യത്യാസം ഇരുവിഭാഗം പണ്ഡിതന്മാരും മുഖാമുഖമിരുന്ന് പ്രമാണബന്ധമായി ചർച്ച ചെയ്യാനും അത് കേട്ട് സത്യം ഗ്രഹിക്കാനും സാധാരണക്കാരായ പ്രവർത്തകർക്ക് സത്യം ഗ്രഹിക്കുവാനും അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് KNM കോയിച്ചന യൂണിറ്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ ദൗത്യം വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ.
ഇനി ഇത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഈ സംവാദത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ 15-ാം തീയതി ഇരുവിഭാഗം പണ്ഡിതന്മാരും മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു വ്യവസ്ഥ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സംവാദം പൂർത്തീകരിക്കുക ഇൻഷാ അല്ലാഹ്. സദസ്സിൻ്റെയും ബൈലക്സുകളിലൂടെ ഇത് വീക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തകരുടെ അറിവിലേക്കായി ആ വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് ഇവിടെ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേരള നദ്വത്തുൽ മുജാഹിദീൻ കോയിച്ചന സഹ കമ്മിറ്റിയുടെ കീഴിൽ നടത്താനിരിക്കുന്ന സംവാദത്തിൻ്റെ വ്യവസ്ഥ. വിഷയം ജിന്നിനോടുള്ള സഹായത്തേട്ടം. വാദം 1. ഫൈസൽ മുസ്ലിയാർ. മനസ്സിനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ സിർക്കായതും വസിലത്ത് സിർക്കായതും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. വാദം 2. നാസർ സുല്ലമി. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിൽ അവരോട് സഹായം ചോദിക്കുന്നത് സിർക്കാകുന്നു. അത് പ്രമാണബന്ധവുമാണ്. സംവാദത്തിലെ മറ്റ് നിബന്ധനകൾ. 1. സമയം 2013 മാർച്ച് 11 തിങ്കൾ 10 മണി മുതൽ. സ്ഥലം കോയിച്ചന സാഗക്കുള്ളിൽ. 3. സംവാദം നാസർ സുല്ലമിയും ഫൈസൽ മുസ്ലിയാരും മാത്രമായിരിക്കും. സഹായത്തിന് ഇരുവർക്കും 2 വീതം ആളുകളെ വെക്കാവുന്നതാണ്. പക്ഷേ സംസാരത്തിൽ അവരാരും ഇടപെടാൻ പാടില്ല. 4. 30 മിനിറ്റ് വീതം വിഷയാവതരണവും ശേഷം ആദ്യം അവതരിപ്പിച്ച കക്ഷിയോട് മറുകക്ഷി 5 മിനിറ്റ് ചോദ്യവും അതിന് 10 മിനിറ്റ് മറുപടിയും ആയിരിക്കും. ഈ ക്രമത്തിൽ 5 വീതം ചോദ്യങ്ങൾക്കുള്ള അവസരം ഇരുകൂട്ടർക്കും ഉണ്ടായിരിക്കും. 5. ആദ്യ വിഭാഗത്തിൻ്റെ ചോദ്യങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കും ശേഷം നമസ്കാരം, ഭക്ഷണം എന്നിവയ്ക്ക് 1 മണിക്കൂർ സമയം ഉണ്ടായിരിക്കും. 6. അവസാനം ഉപസംഹാരത്തിനായി ഇരുവിഭാഗത്തിനും 10 മിനിറ്റ് വീതം സമയം അനുവദിക്കുന്നതാണ്. വിഷയാവതരണവും ഉപസംഹാരവും പ്രസംഗത്തിനും ആദ്യാവസരം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. 8. ആകെ 10 ചോദ്യവും അതിനുള്ള മറുപടിയും കൂടി 150 മിനിറ്റ് സമയമുണ്ടായിരിക്കും. റെക്കോർഡിങ്ങിനും ബൈലേക്ക് സംപ്രേഷണത്തിനും ഇരുവിഭാഗവും സ്വന്തമായി സംവിധാനം ചെയ്യേണ്ടതാണ്. ശ്രോതാക്കൾ കോയിച്ചന ശാഖയിലെ 25 പേരിൽ കവിയരുത്. 11. പ്രമാണങ്ങൾ. 1. വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് ഉന്നയിക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കൊടുക്കേണ്ടതാണ്. മധ്യസ്ഥന്മാർ 1. ഒ അഹമ്മദ് കുട്ടി എന്ന നാണി ഹാജിയും KC അയ്യൂബുമായിരിക്കും. സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്തവർ ഫൈസൽ മുസ്ലിയാർ, നാസർ സുല്ലമി, ഒ നാണി ഹാജി, KC അയ്യൂബ്, മുഹമ്മദ് എന്ന ബാപ്പുട്ടി, ശാഖ ജോയിന്റ് സെക്രട്ടറി. ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യവസ്ഥയിൽ തീരുമാനമായത്. ഇത് പ്രകാരം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവിഭാഗത്തു നിന്നും മധ്യസ്ഥന്മാർ ശ്രമിക്കുന്നതാണ്. പുറമെ ശ്രോതാക്കളോട് പ്രത്യേകം അറിയിക്കാനുള്ളത്, ഈ സദസ്സ് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്താണ് എങ്കിലും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലോകം മുഴുവനും നേരിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം എല്ലാവരുടെയും സഹകരണം. നമ്മുടെ യൂണിറ്റിലെ ഇരുവിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇരുവിഭാഗങ്ങളും ചേരിതിരിയാതെ ഒന്നിച്ചിരുന്ന് അത്രയും സൗഹാർദ്ദത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വേദിക്ക് മുൻപിലിരിക്കുന്ന എല്ലാവരും ശ്രോതാക്കൾ മാത്രമാണ്. വേദിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ ചർച്ചയ്ക്കിടെ വന്നാലും ഒരാളും സദസ്സിൽ നിന്ന് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാൻ പാടില്ല.
ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞ് അംഗീകരിച്ചിട്ടാണ് എല്ലാവർക്കും പ്രവേശനം അനുഭവിച്ചിട്ടുള്ളത്. അതിന് വിപരീതമായി ആര് തന്നെ പ്രവർത്തിച്ചാലും ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി അവരെ ഈ ഹാളിൽ നിന്ന് പുറത്താക്കൽ നിർബന്ധമാകും. ഇൻഷാ അല്ലാഹ് ചർച്ച തുടങ്ങുകയാണ്. അതിലേക്ക് ഇരുവിഭാഗത്തു നിന്നും പണ്ഡിതന്മാരായ ഫൈസൽ മുസ്ലിയാരെയും നാസർ സുല്ലമിയെയും ഇതിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നാണി ഹാജി, അയ്യൂബ് സാഹിബ് എന്നിവരെയും കൂടാതെ ഇരു പണ്ഡിതന്മാർക്കും സഹായികളായി എത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, രണ്ട് വിഭാഗത്തിനുള്ള പണ്ഡിതന്മാർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രോതാക്കളെയും ഈ യൂണിറ്റിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഓഹൽ ദാബാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മധ്യസ്ഥന്മാരുടെ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറളില്ലാഹ്. ഇവിടെ വായിച്ചു കേട്ടതുപോലെ ഒരു സംവാദത്തിൻ്റെ തുടക്കമാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇരുഭാഗത്തുമുണ്ട്. ഇതിൻ്റെ തുടക്കത്തെപ്പറ്റി കാര്യമായി പറഞ്ഞു കേട്ടില്ല. എന്നാലും ഞങ്ങൾ കൂടിയതിൻ്റെ ശേഷം 15/2/2013 കോയിച്ചന അടുത്തൊരു വീട്ടിൽ കൂടുകയും ജിന്ന് പിശാച് വിഷയത്തിൽ നടന്ന സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നത് സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ആ വ്യവസ്ഥയിലെ ഏകദേശം കാര്യങ്ങളിലൂടെ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ രണ്ട് വിഭാഗവും ഏതൊക്കെയാണ് വാദങ്ങളിലെന്ന് അവനവൻ്റെ വാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി എഴുതിയിരുന്നു. ആദ്യമായി ബഹുമാന്യനായ നമ്മുടെ ഫൈസൽ മുസ്ലിയാർ അന്നത്തെ ആ വിഷയത്തിൽ, ഫൈസൽ മുസ്ലിയാർ ജിന്ന്, മലക്ക്, മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടികളോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ ശിർക്കുമാകുന്നു എന്ന് വാദിച്ചു. അതേപോലെ തന്നെ ബഹുമാന്യനായ നാസർ സുല്ലമി അതിൽ സാങ്കേതികമായ ഒരു കാര്യം പറഞ്ഞു. അതിൽ നിന്ന് ആ കാര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഫൈസൽ മുസ്ലിയാർ അതിൽ നിന്ന് ആ സാങ്കേതികത്വം മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അതേപോലെ തന്നെ അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ തേടുന്ന സഹായാർത്ഥനകൾ ശിർക്കായതും ബസീറത്ത് ശിർക്കായതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഇതിൻ്റെ മറുപടിയായി ബഹുമാന്യനായ നാസർ സുല്ലമി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിൽപ്പെട്ടതോ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിൽ അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, അത് പ്രമാണബദ്ധവുമാണ് എന്ന് വാദിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ അവസാനമായി നിൽക്കുന്നത്. ആ അവസാനത്തെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യത്തെ പറയാൻ കാരണം അങ്ങനെ പറഞ്ഞു, തുടക്കം മുതൽക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം ഇതിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഈ കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അതിനുള്ള തെളിവുകളെപ്പറ്റിയും ഇവിടെ പറയപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ, അതിലൊരു ചെറിയൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ബന്ധപ്പെട്ട ആനുകാലികങ്ങൾ വന്നാൽ അതിൻ്റെ ഒരു അവസരം വേണമെന്ന് ഫൈസൽ മുസ്ലിയാർ ആവശ്യപ്പെടുകയും ആ ആനുകാലികങ്ങൾ അതിനെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗവും സമ്മതിച്ചിട്ടുമുണ്ട്. അതിൽ നേരത്തെ വായിച്ചു കാണാത്തത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നല്ല നിലയിൽ നടത്തുവാൻ, പടച്ച തമ്പുരാൻ്റെ അടുക്ക് ഇതൊരു സായിഹായ അമലാക്കി തീർക്കുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ഇതിൻ്റെ തുടക്കം. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വിഭാഗീയത ഉണ്ടാകുന്നതിന് പകരമായി ഈ കാര്യങ്ങൾ മനസ്സിലായി ഇരുകൂട്ടർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഇവിടെ ഏകദേശം കാര്യങ്ങൾ നാണിയാജി സൂചിപ്പിച്ചു. ഇനി ചർച്ച എത്രയും വേഗം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. ഇവിടെ രണ്ടു കൂട്ടരുടെയും വാദം വായിക്കപ്പെട്ടു. ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനിക്കാനുള്ളൊരു വക ഇതിലുണ്ട്. കാരണം ജിന്നിനോടുള്ള
എല്ലാ സഹായത്തേട്ടവും പ്രാർത്ഥനയും എല്ലാം ഹറാമാണെന്ന് ഇരുകൂട്ടരും അതിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു വാദം, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും സംശയമില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. പക്ഷേ ചില ശിർക്കാവുന്നതുമുണ്ട്, അത് വസീലത്ത് ശിർക്കാവുന്നതുമുണ്ട്. അതുകൊണ്ട് എല്ലാം ഹറാമുമാകുന്നു എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ ഈ ഭാഗത്തുനിന്നുള്ള വാദം. അതുപോലെ തന്നെ എല്ലാം ശിർക്കാകുന്നു, എല്ലാ ചോദ്യങ്ങളും ശിർക്കാകുന്നു എന്നാണ് നാസർ സുല്ലമിയുടെ വാദം. ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വളരെ വ്യക്തമായ ചർച്ച നടക്കേണ്ടതുണ്ട്. നാണിയാജി പറഞ്ഞ പോലെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിൽ ഒരു ചർച്ച ഇവിടെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സദസ്സിനോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇതിൽ ചർച്ചയിൽ ഇടപെടാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കിതാബ് എടുത്തു കൊടുക്കുവാൻ രണ്ടാളുകളെ ആവശ്യമുണ്ടെന്ന് നാസർ സുല്ലമി പറയുകയും അത് രണ്ടു കൂട്ടർക്കും അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബഹുമാന പണ്ഡിതൻ അനീഫ് കായക്കൊടിയും അംസ ബാക്കവിയും ഇവിടെ നാസർ സുല്ലമിയുടെ ഭാഗത്ത് സന്നിഹിതരായിട്ടുണ്ട്. അതേപോലെ ഫൈസൽ മുസ്ലിയാരുടെ ഭാഗത്ത് അബ്ദുൽ മലിക് സലഫി മറയൂരും ഷുറൈ സലഫി തിരൂരങ്ങാടിയും ഹാജരായിട്ടുണ്ട്. എല്ലാവരും അവർ രണ്ടു കൂട്ടരും ഈ സംസാരത്തിൽ ഇടപെടുക എന്ന കാര്യം ഉണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് കടക്കാൻ ആവശ്യപ്പെടുകയാണ്. ആദ്യമായി ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഫൈസൽ മുസ്ലിയാരാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب جبريل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلفوا فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന കാര്യം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബിൻ്റെ മഹത്തായ ഫضല് കൊണ്ട് മാത്രം നമുക്കിടയിൽ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിവിട്ട ഒരു വിഷയത്തിൽ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മുജാഹിദുകളായ നാം എല്ലാ കാലത്തും ഒന്നാം സ്ഥാനം നൽകി സമൂഹത്തിൽ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ ആദർശമാണ്. പ്രാർത്ഥനകളും അതിൻ്റെ പര്യായമായി വരുന്ന ഇസ്തിഗാസയും ഇസ്തിആദയുമെല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രമാകണമെന്ന് വിശുദ്ധ ഖുർആനിലെ നൂറുകണക്കായ ആയത്തുകളും
പ്രവാചക വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സമുദായത്തെ പഠിപ്പിക്കുകയും റഹ്മാനായ റബ്ബിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സാഹചര്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അതിശക്തമായി കടന്നു ചെന്ന് അതെല്ലാം പ്രമാണവിരുദ്ധമാണ് എന്ന് പ്രബോധനം ചെയ്ത പാരമ്പര്യമാണല്ലോ നമുക്കെല്ലാവർക്കും ഉള്ളത്. മരിച്ചുപോയ അംബിയ ഔലിയായിനെയും അതുപോലെ ജിന്നുകളെയും മലക്കുകളെയും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോടെല്ലാം സഹായമർത്ഥിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചപ്പോൾ ഇതെല്ലാം ശിർക്ക് തന്നെയാണ് എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം ഒരേ മനസ്സോടുകൂടി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചക വചനങ്ങളുമായിരുന്നു നമുക്കതിന് പ്രമാണമായി നാം സ്വീകരിച്ചത്. അങ്ങനെയെല്ലാം പ്രബോധനരംഗത്ത് കഴിവിന്റെ പരമാവധി സേവനം ചെയ്ത നമ്മിൽ ഒരാളും തന്നെ അല്ലാഹു ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ആമുഖമായി സൂചിപ്പിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഇനി പ്രാർത്ഥനയൊന്നുമല്ലാത്ത കേവലം ഒരു വിളിയാണെങ്കിൽ പോലും ആ വിളി പോലും ആകാമെന്നോ മുജാഹിദുകളായ ഒരാളും വാദിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സംശയത്തിന് വകയില്ല. പക്ഷെ എന്നിട്ടും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തൗഹീദിന്റെ പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും കുറിച്ച് അവരെല്ലാം ജിന്നുകളോട് തേടാമെന്ന് വാദിക്കുന്നവരാണെന്നും പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരാണ് എന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെ നമുക്കിടയിൽ കടന്നു വന്നു എന്നും വരെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രസംഗിക്കാൻ അവരെയെല്ലാം പ്രചോദിപ്പിച്ചത്, അവരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെങ്കിലും ഒരിക്കലും അത് മാപ്പർഹിക്കാത്ത പാതകമാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. എന്തായിരുന്നാലും ജിന്നുകളോട് തേടാമോ ഇല്ലേ എന്ന തർക്കം തന്നെ, പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന തർക്കം തന്നെ, അത് ശിർക്കാണോ അല്ലേ എന്ന ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ നമുക്കിടയിൽ ഇല്ല. തീർത്തും ഇസ്ലാം വിലക്കിയ, നിഷിദ്ധമായി പഠിപ്പിച്ച, ശിർക്കിന്റെ വഴികളായി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണത് എന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വിവാദമുണ്ടായത്? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ലോകത്തെ ഖുറാഫി പണ്ഡിതന്മാർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവായി കൊണ്ടുവരുന്ന, നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് കിട്ടാത്ത ദുർബലമായ ഒരു ഹദീസ്, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറയാമെന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ നാം കാണാത്ത ചില അടിമകൾ നമ്മെ സഹായിക്കാൻ എത്തുമെന്ന് വിവരിക്കുന്ന ദുർബലമായ, നബിതങ്ങളിലേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു റിപ്പോർട്ടിനെ ദുർവ്യാഖ്യാനിച്ച് ഇത് ഞങ്ങൾക്ക് അംബിയായിനെയും ഔലിയായിനെയും വിളിച്ചു തേടാൻ തെളിവാണ് എന്ന് ലോക ഖുറാഫികളായ ആളുകൾ വാദിക്കുകയും അവർക്ക് മറുപടി പറയവേ, ഈ ഹദീസ് ഒരിക്കലും നിങ്ങൾക്ക് തെളിവല്ല, പല കാരണങ്ങളാൽ എന്ന് വിശദീകരിക്കുന്നിടത്ത് നാം ഐക്യകണ്ഠേന നിരത്തിയ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളായിരുന്നു. ഒന്ന്, ഈ ഹദീസ് സ്വഹീഹല്ല, ലഈഫാണ്, അതിനാൽ സ്വീകാര്യമല്ല, കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യമല്ല. രണ്ടാമത്, അതിന്റെ കൂടെ തന്നെ അത് വിശദീകരിച്ച ലോകാടിസ്ഥാനത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും, നമ്മുടെ നാട്ടിലും അത് ചർച്ച ചെയ്ത മുഴുവൻ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിന് പറഞ്ഞു, ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ, മരിച്ചു പോയവരെ വിളിച്ചു തേടാൻ ഇതിൽ തെളിവില്ല, അത്തരം വിഷയവുമായി ഇത് ബന്ധമില്ല, ഇത് അഭൗതികമായ തേട്ടമല്ല, ഇത് ദുആ അല്ല, ഇത് അവിടെ ഹാജറുണ്ടാവാൻ ഇടയുള്ള, ശബ്ദം കേൾക്കുന്ന, മൃഗത്തെ പിടിച്ചു വെക്കാനാകുന്ന വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ
അതുമല്ലാത്ത മറ്റു വല്ല സൈന്യങ്ങളോ ഒക്കെയാകാം ഉദ്ദേശം. അതുകൊണ്ട് സ്വഹീഹാണെങ്കിൽ തന്നെ നാം തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയുമായി ഈ ഹദീസിന് ബന്ധമില്ല എന്ന് ഒരേ സ്വരത്തിൽ നമ്മളെല്ലാവരും, മറുഭാഗത്തിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളും അതേപോലെ ഇപ്പുറത്തിരിക്കുന്ന ഞാനടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ കാലം വരെയും നാം ഇത് സമുദായത്തിൽ പഠിപ്പിച്ചു പോന്നു. കാരണം ഇത് മുൻഗാമികളായ പലരും ഉദ്ധരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ പ്രാവർത്തികമാക്കാമെന്ന് ന്യായീകരിക്കുകയോ ചെയ്ത ധാരാളം മഹത്തുക്കളായ മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും നമുക്ക്. ഉദാഹരണമായി ഈ ഹദീസിൽ ശിർക്ക് കാണാത്ത ആളുകളുടെ പട്ടിക നാം എണ്ണുകയാണെങ്കിൽ അത് ധാരാളമായി നീണ്ടുപോകുമെന്ന കാര്യം തീർച്ചയാണ്. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. സ്വഹാബിമാരിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കടന്നു വരുന്ന സ്വഹാബിയാണല്ലോ. അദ്ദേഹം അതിൽ ശിർക്ക് ഉന്നയിച്ചതായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടില്ല. അതേപോലെ താബിഇയായ ഇബ്നു മുബാറക്, അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ, ഇമാം തുബറാനി, ഇബ്നു അബി ശൈബ, ഇമാം ബൈഹഖി, നവവി ഇമാമിന്റെ ഉസ്താദുമാർ, ഇബ്നു തൈമിയ്യ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഷൗക്കാനി, ഇബ്നു മുഫ്ലിഹ് തുടങ്ങി പൗരാണികരും ആധുനികരുമായ ധാരാളം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് തൗഹീദ് രംഗത്ത് അതിശക്തമായി നിലകൊണ്ട, ശിർക്കിനെതിരെ അതിശക്തമായി പടപൊരുതിയ, അതിന്റെ പേരിൽ കാലങ്ങളോളം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും അടക്കം ഇസ്തിഗാസക്കെതിരെ അതിശക്തമായി ഗ്രന്ഥങ്ങൾ രചിച്ച ലോക ഖുറാഫികൾക്ക് മറുപടി നൽകിയ ശൈഖുൽ ഇസ്ലാം അടക്കം ഈ ഹദീസിൽ ശിർക്ക് കാണുന്നില്ല എന്നത് ആ രംഗത്ത് നാം എല്ലാ കാലത്തും പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്കറിയാം 1970-കളിലെ സൽസബീലിലാണല്ലോ ആദ്യമായി ഈ ഹദീസ് ചർച്ചയായതായി നമുക്ക് കിട്ടിയ രേഖയുള്ളത്. ആ രേഖയിലും ഈ ഹദീസിൽ ശിർക്കുണ്ട് എന്ന ഒരു ന്യായം പോലും ഉമർ മൗലവിയോ അതുപോലെ ഇപ്പോഴും KNM-ന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള പാലത്ത് അബ്ദുറഹ്മാൻ മദനിയോ ഒന്നും കാര്യം തീർച്ചയാണ്. നൽകുന്ന സൽസബീലിൽ അത് പ്രയോഗിച്ചതും അവിടുന്ന് ഇങ്ങോട്ട് 1980-കളിൽ നമ്മുടെ ശബാബിൽ അന്ന് ബഹുമാനനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോൾ അവിടെയും ശിർക്ക് എന്ന അഭൗതിക വിളി എന്ന ഒരു വഴിയെ കണ്ടില്ലെന്ന് മാത്രമല്ല, ഇത് അഭൗതികമല്ലെന്നും അഭൗതികമായ പ്രാർത്ഥന എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല എന്നുമാണല്ലോ അവരും രേഖപ്പെടുത്തി വെച്ചത്. പിന്നീട് അത് നമ്മൾ പുസ്തകമാക്കി 2005-ലാണ് എന്നെ ഓർമ്മ, അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ 2001-ലെ ഷാർജ മുഖാമുഖവും 2004-ലെ മണ്ണാർക്കാട് സംവാദവും അതുപോലെ 2005-ൽ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി ഖുറാഫികൾക്ക് മറുപടിയായി തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിലും 2007-ൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടിയായി വിചിന്തനം വാരികയും ഇസ്ലാഹി മാസികയിലും ചന്ദ്രിക പത്രത്തിലുമെല്ലാം നമ്മുടെ പല എഴുത്തുകാരും മാറി മാറി കൈകാര്യം ചെയ്യുകയും ചെയ്തു. ശേഷം 2009-ൽ ജിദ്ദയിൽ നടന്ന മുഖാമുഖത്തിലും അതുപോലെ ഇടവണ്ണ ജാമിഅയിലെ മുഖാമുഖത്തിലും ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ 2011-ലെ ആലപ്പുഴയിൽ നടന്ന ഇസ്തിഖാമ എന്ന പരിപാടിയിലും ആറ്റിങ്ങൽ മുഖാമുഖത്തിലും അതുപോലെ ബഹ്റൈൻ മുഖാമുഖത്തിലുമെല്ലാം ബഹുമാന്യനായ അനസ് മുസ്ലിയാരും ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചത്. 2012-ൽ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പാകെ സമർപ്പിച്ച പ്രബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കുടയും ഈ ഉള്ളവനും കൂടെ സമർപ്പിച്ചപ്പോൾ അതിലും പറഞ്ഞത് ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ തന്നെയും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇതിൽ തെളിവില്ല എന്നാണ് ആ പ്രബന്ധത്തിൽ പോലും ഞങ്ങളെന്ന് രേഖപ്പെടുത്തി വെച്ചത്. അഥവാ അത്തരമൊരു വകുപ്പില്ല എന്നർത്ഥം. ആ ഒരു ഹദീസിന് ഈ കാലം വരെയും പറഞ്ഞ മറുപടി തെറ്റായിരുന്നുവെന്നും തൗബ ചെയ്യുന്നുവെന്നും പിന്മാറുന്നുവെന്നുമൊക്കെ ആരോ ചില ആളുകൾ പറഞ്ഞൊപ്പിച്ചിട്ടാണല്ലോ ഒരു പുതിയ തലത്തിലേക്ക് അത് വിവാദമാക്കി കൊണ്ടുവന്നത്. മാത്രവുമല്ല, എന്നിട്ട് അതിൽ നിന്ന് ഉത്ഭുതമായി പിന്നെ ചില ആളുകൾ ഈ ഹദീസിന്റെ ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാണല്ലോ തന്ത്രപൂർവം എന്ന് തന്നെ പറയട്ടെ അവർ വലിച്ചിട്ടു. ജിന്നുകോട് തേടാമെന്നാണോ അപ്പോൾ നിങ്ങളുടെ വാദം? ജിന്നുകോട് സഹായമർത്തിക്കാമെന്നാണോ? വിജനപ്രദേശത്ത് ജിന്നുകളെ വിളിക്കാമെന്നാണോ? മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇതേ ആളുകൾ തന്നെ
തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന, ഒരേ സ്റ്റേജിൽ ഒന്നിച്ചു നിന്ന് ഒരേ മറുപടി പറഞ്ഞ ആളുകളിൽ തന്നെ ചില ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈ മറുപടി ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ശിർക്കിലായിരിക്കുന്നു, നിങ്ങൾ ശിർക്കിലെത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഹദീസ് പിന്നെ പലപ്പോഴും ചർച്ചക്കെടുക്കാൻ എന്തോ പലരും പ്രയാസപ്പെടുന്നതായി നമുക്ക് പിന്നീട് കാണാനും കഴിഞ്ഞു. അങ്ങനെ ശിർക്ക് ആരോപിക്കുകയും ശാഖകൾ തോറും ഓരോ പ്രവർത്തകന്റെയും മനസ്സിലേക്ക് ഈ ചിന്ത പ്രചരിപ്പിക്കുകയും ശാഖയിലെ സാധാരണക്കാരായ ആത്മാർത്ഥരായ മുജാഹിദുകളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പള്ളികളിലും സ്ഥാപനങ്ങളിലും മദ്രസകളിലും അടക്കം അതിൻ്റെതായ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തി. അത്തരമൊരു ഘട്ടത്തിലാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇത്തരം വേദി വേണമെന്ന് ചിലർ ആവശ്യപ്പെടുകയും അതിന് ഞാനും നാസർ സുല്ലമിയും തയ്യാറാകുകയും ചെയ്തത് എന്നത് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഹദീസ് വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞ ഇബാദുള്ള ജിന്നും മലക്കുമാണെന്ന് പറഞ്ഞവരും അല്ല മലക്കു മാത്രമാണെന്ന് പറഞ്ഞവരും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരാളെയും പ്രാമാണികമായി നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാനൊട്ട് സാധിക്കുന്നുമില്ല. എന്നാൽ ആ പണ്ഡിതന്മാർ തന്നെയും ജിന്നിനോട് ദുആ ചെയ്യൽ ശിർക്കാണെന്ന് വളരെ വ്യക്തമായി തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായി ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ജിന്നിനോട് ദുആ, ആ ദുആന്റെ പര്യായമായി വരുന്ന ഇസ്തിഗാസകൾ, ഇസ്തിആനകൾ, ഇസ്തിആദകൾ ശിർക്ക് തന്നെ എന്ന് അർത്ഥസംഖ്യകൾ ഇല്ലാത്ത വിധം പ്രഖ്യാപിച്ച ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പോലും ഈ ഹദീസ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വിശദീകരണം എന്താ? ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഒന്ന് സ്വഹീഹാണോ അല്ലേ എന്നത് പരിശോധിക്കേണ്ടതാണ്, അത് നോക്കേണ്ടതാണ്, അത് വീണ്ടും പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ വഖദ് യകൂനു മിനൽ മലായിക വമിൻ മുഅ്മിനി അൽ ജിന്നി, ഇത് മലക്കുകളാവാം, അതേപോലെ മിൻ മുഅ്മിനിൽ ജിന്നി, ജിന്നുകൾ മുഅ്മിനീങ്ങളായ ജിന്നുകളുമാകാം. വഹാഉലാഇ ഹാദിറൂൻ, ഇവരാകട്ടെ ഹാദിറായവരാണ്, അവിടെ സന്നിഹിതരായവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അത് ഗായിബിനോടുള്ള ദുആ അല്ല, ഗായിബിനോടുള്ള പ്രാർത്ഥനയല്ല എന്ന് തന്നെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെച്ചു. എത്രയെത്ര പണ്ഡിതന്മാരാണ് ആ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. ജിന്നോടുള്ള ദുആ ശിർക്കാണെന്ന് പറഞ്ഞ ദുആന്റെ പര്യായമായി വരുന്ന ഇസ്തിഗാസയും ഇസ്തിആനയും ശിർക്കാണെന്ന് പഠിപ്പിച്ച അതേ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയത്തിൽ ഇവിടെ ഉദ്ദേശം ജിന്നും മലക്കുമാകാമെന്നോ അല്ലെങ്കിൽ മലക്കാകാമെന്നോ അവരെല്ലാം രേഖപ്പെടുത്തിയെങ്കിൽ ഇത് രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണല്ലോ ലോക പണ്ഡിതന്മാർ മുഴുവനും കണ്ടത് എന്നല്ലേ നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിർക്കാണെന്ന് ഫത്വ നൽകിയ, ജിന്നിനോട് സഹായം ശിർക്കാണെന്ന് ഫത്വ നൽകിയ ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അല്ലാത്ത വിളിയെക്കുറിച്ചും സംസാരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ദുആ ആകുന്ന അതിന്റെ പര്യായമായി വരുന്ന സഹായാർത്ഥനയോ ഇനി പര്യായമായി വരാത്ത ഒരു സഹായാർത്ഥനയോ കേവലം ഒരു ചോദ്യമോ കേവലം ഒരു വിളിയോ ഏതാണെങ്കിലും ശരി, ജിന്നിനോട് ചോദിക്കാൻ, ജിന്നിനോട് പറയാൻ, ജിന്നിനോട് ആവശ്യപ്പെടാൻ, ജിന്നിനെ ഉപയോഗപ്പെടുത്താൻ, ജിന്നിനോടുള്ള മുആമലാത്തിന്, ജിന്നിനോടുള്ള ഇസ്തിംതാഇന്, ജിന്നിനോടുള്ള ഇസ്തിഖ്ദാമിന് യാതൊരു വഴിയും യാതൊരു വകുപ്പും ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നില്ല എന്നതിനാൽ ജിന്നുമായുള്ള അത്തരം ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതേസമയം ജിന്നോടുള്ള പ്രാർത്ഥനയാണോ ആരാധനയാണോ ശിർക്ക് തന്നെ, സംശയമേതുമില്ല. അഭൗതികമായ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ മാർഗത്തിൽ സഹായിക്കാനും ദോഷം വരുത്തുവാനുമെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂവെന്ന പ്രമാണം പഠിപ്പിച്ച അർത്ഥസംഖ്യകൾ ഇല്ലാത്ത അടിസ്ഥാനപരമായ ആദർശം അതിൽ മായം ചേർത്തുകൊണ്ട് ജിന്നുകൾക്കും അഭൗതികമായ കഴിവുണ്ടെന്ന്, ജിന്നുകൾക്കും അഭൗതികമായ കേൾവിയുണ്ടെന്ന്, ജിന്നുകളും അഭൗതികമായി സഹായിക്കുമെന്ന് ഒരുത്തരം വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണല്ലോ. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, തേടേണ്ട കാര്യമില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആപേക്ഷികമായി ഒരു പക്ഷെ അദൃശ്യമെന്ന് പറയാം, ഒരു പക്ഷെ ആ അർത്ഥത്തിന് അഭൗതികമെന്ന് പറയാം. അതിൽ വ്യവസ്ഥ വായിച്ച കേട്ടവർക്കറിയാമല്ലോ, ഇതിൽ ഞാനും നാസർ സുല്ലമിയും തമ്മിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, ഉണ്ടാകേണ്ട കാര്യവുമില്ല. കാരണം
അത് ബഹുമാന്യരായ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരും ഈ കാലത്തുള്ള നമ്മുടെ നേതാക്കന്മാരുമെല്ലാം മാറി മാറി പലരും പ്രയോഗിച്ച പ്രയോഗം തന്നെയാണ്. അതേസമയം പ്രാർത്ഥനയാകാൻ നാം സ്വീകരിച്ച അഭൗതികത എന്താണോ, പ്രാർത്ഥനയും അല്ലാത്തും വേർതിരിക്കാൻ, ശിർക്കും തൗഹീദും വേർതിരിക്കാൻ നാം ഇത്രയും കാലം പ്രയോഗിച്ച കാര്യകാരണ ബന്ധം എന്താണോ, ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കഴിവുണ്ട് എന്ന് ആ അർത്ഥത്തിലാണ് അഭൗതികം എന്ന വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ആ പ്രയോഗം തന്നെ, ആ വിശ്വാസം തന്നെ ശിർക്കാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, സഹായം തരേണ്ട കാര്യമില്ല. വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. കാരണം ഈ കാലം വരെയും നാം രേഖപ്പെടുത്തിയതും പഠിപ്പിച്ചതും എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പോലും നാം ഇറക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജ് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കി, അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക. ഇതാ ഞാൻ വായിക്കട്ടെ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല, ഒരു പടപ്പിനും ആ കഴിവില്ല. ആ കഴിവുണ്ട് എന്ന് എപ്പോ വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വരുന്നു. പിന്നെ തേടേണ്ട കാര്യമില്ല, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, ആ വിശ്വാസമൊന്നുമില്ല. അഭൗതികത കൽപ്പിക്കുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല, അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ജിന്നുകളെ കഴിവെന്ന് അംഗീകരിക്കുകയോ, ജിന്നുകൾ കാണുമെന്നോ കേൾക്കുമെന്നോ, ജിന്നുകൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും സഹായിച്ചേക്കാമെന്നോ ആരെങ്കിലും ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിച്ചാൽ അതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അതൊരിക്കലും അദൃശ്യമായ മാർഗത്തിലല്ല, അതൊരിക്കലും അഭൗതികമായ മാർഗത്തിലല്ല. കാരണം അദൃശ്യ കാഴ്ച റബ്ബിന് മാത്രം, അദൃശ്യമായ കേൾവി റബ്ബിന് മാത്രം, അദൃശ്യമായ കഴിവുകൾ റബ്ബിന് മാത്രം എന്ന് നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് ലോക സലഫി പണ്ഡിതന്മാർ മിക്കവാറും രേഖപ്പെടുത്തി വെച്ചു, ജിന്നോട് ഇസ്തിആനത്താണോ, സഹായം ചോദിക്കലാണോ വിശ്വാസം അനുസരിച്ച് അവിടെ വിധി പറയാനാകൂ. അവന്റെ വിശ്വാസം ജിന്നുകൾ ഇവന്റെ വിളി എവിടെ നിന്നായാലും കേൾക്കുമെന്നാണോ, എപ്പോഴാണെങ്കിലും കേൾക്കുമെന്നാണോ, ഇവന്റെ ജീവിതത്തിൽ എങ്ങനെയും ഇടപെടാൻ സാധിക്കുമെന്നാണോ, ഇവൻ വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നാണോ, ഇവന്റെ തേട്ടത്തിന് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്നാണോ, ആ ഒരു വിശ്വാസമുണ്ടോ എങ്കിൽ സംശയമില്ല ആ ഇസ്തിആനത്ത് ശിർക്ക് തന്നെ. ആ ഇസ്തിആനത്ത് മാത്രമല്ല, ആ വിശ്വാസവും ശിർക്ക് തന്നെ, ആ വിശ്വാസം തന്നെ, ആ ധാരണ തന്നെ ശിർക്കായി. ഇനി അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു വിശ്വാസവുമില്ല. ജിന്നുകൾക്ക് അള്ളാഹു നൽകിയ പ്രകൃതമുണ്ട്, മലക്കുകൾക്ക് അള്ളാഹു നൽകിയ പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ കാണാനാകുമെന്നോ കേൾക്കാനാകുമെന്നോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ, വല്ല ഉപദ്രവമുണ്ടെങ്കിൽ അതവർ ആർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തേക്കാമെന്നോ, വല്ലവനെ ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഈ തർക്കമുള്ള അഭൗതികത കൽപ്പിക്കുക എന്ന വകുപ്പ് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇതിനെ ശിർക്കും വസിയത്തു ശിർക്കും അത് രണ്ടായി ഇസ്തിആനത്തിനെ വേർതിരിച്ചത്. ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ വാദമല്ല, മറിച്ച് KNM-ഉം KJ-യും ഈ കാലം വരെയും തർക്കമില്ലാതെ പറഞ്ഞ ഈ ഒരു അടിസ്ഥാന ആദർശം. ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടില്ലേ വസീലയായതുണ്ട് ശിർക്കായതുണ്ട് എന്ന്. ബക്കർ അബൂ സയ്യിദ് പറഞ്ഞില്ലേ ശിർക്കായതുണ്ട് വസീലയായതുണ്ട് എന്ന്. സ്വാലിഹുൽ ഫൗസാൻ പറഞ്ഞില്ലേ ശിർക്കായതുണ്ട് വസീലയായതുണ്ട് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഖുദയാൻ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ആൽ ശൈഖ് പറഞ്ഞില്ലേ. അതേപോലെ ശൈഖ് അൽബാനി അടക്കമുള്ള, അതേപോലെ സ്വാലിഹ് അൽ ശൈഖ് അടക്കമുള്ള അബ്ദുല്ലാഹി ഫഖീഹിനെ പോലെയുള്ള, എന്തിനേറെ കുവൈത്ത് ഔത്തുറാത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ താരിഖ് ഈസയെ പോലെയുള്ള, ഹമൂദ് നജ്ദിയെ പോലെയുള്ള ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഈ ചർച്ചയിൽ പോലും ഇടപെട്ടുകൊണ്ട് നമ്മോട് പറഞ്ഞതെന്താ? അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ. ജിന്നിനോട് ഇസ്തിആനത്ത് പല ഇനങ്ങളാണ്, പല തരത്തിലാണ്. മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ലിശ്ശിർകി. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയാകുന്നതുണ്ട്. പക്ഷേ ലാകിൻ യഹ്റുമു ജമീഉഹാ, എല്ലാം ഹറാം തന്നെ, എല്ലാം നിഷിദ്ധം തന്നെ. എന്തേ? കാരണം മിൻ ബാബി സദ്ദി ദരീഅതി ലിശ്ശിർകി, ശിർക്കിലേക്കുള്ള വഴി അടക്കാൻ, ശിർക്കിലേക്കുള്ള പഴു അടക്കാൻ, ശിർക്കിലേക്കുള്ള വസീല അടക്കാൻ എന്ന ന്യായം പറഞ്ഞിട്ട് അവര് പറഞ്ഞുവല്ലോ എല്ലാം ഹറാം തന്നെ. ഇങ്ങനെ ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിച്ചു പോന്ന അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ മുഴുവനും തന്നെ എന്ന് പറയാവുന്ന രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ച സലഫി പണ്ഡിതന്മാർ ഒട്ടുമിക്കവാറും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച, നമ്മുടെ നാട്ടിലും ബഹുമാനായ KM മൗലവി മുതൽ ഇങ്ങോട്ട് ഉക്കം മൗലവി അടക്കമുള്ള, ഉമർ മൗലവി അടക്കമുള്ള, KP മുഹമ്മദ് മൗലവി അടക്കമുള്ള, AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും തർക്കമില്ലാതെ അവരെല്ലാം രേഖപ്പെടുത്തി പോന്ന കാര്യകാരണ
ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാകുമെന്ന വിശ്വാസമാണ് ശിർക്കെന്നും ആ അടിസ്ഥാനത്തിലെ ചോദ്യമാണ് പ്രാർത്ഥനയെന്നും എഴുതി വെച്ച ആ അസുലിനെ മറികടന്നുകൊണ്ട് ഇവിടെ മടവൂരികൾ കൊണ്ടുവന്ന ഒരു പുത്തൻ വാദം ജിന്നും മലക്കുമെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നും അതുകൊണ്ട് ജിന്ന് സഹായിക്കുമെന്ന വിശ്വാസം തന്നെ മലക്ക് സഹായിക്കുമെന്ന വിശ്വാസം തന്നെ ശിർക്കാണ് എന്നുമുള്ള അബ്ദുസ്സലാം സുല്ലമി കൊണ്ടുവന്ന ഒരു പിഴച്ച വാദം, മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്തൊരു വാദം. 2002 ആ വാദവുമായി മടവൂരികൾ വരുമ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് കൂടെ അന്നുണ്ടായിരുന്ന ഈ നാസർ സുല്ലമി അടക്കമുള്ള അന്നത്തെ മടവൂരികൾക്കെതിരെ ഒറ്റക്കെട്ടായി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ഇല്ല സുല്ലമി, നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങളുടെ ആ ധാരണ അബദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സിഹ്ർ തള്ളേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കണ്ണീർ തള്ളേണ്ടി വന്നത്. അഹ്ലുസുന്ന ഇത്രയും കാലം പറഞ്ഞ KNM-ഉം KJ-യും ഇത്ര കാലം പറഞ്ഞ ഈ ആദർശത്തിൽ നിന്ന് എന്തിനു നിങ്ങൾ മാറി എന്ന് അന്ന് അബ്ദുസ്സലാം സുല്ലമിയോട് ഞാനും കായക്കൊടിയും അടക്കമുള്ളവര് ഹംസബാക്കവി അടക്കമുള്ളവര് ഒന്നിച്ചെന്ന് ചോദിക്കുമ്പോൾ അന്ന് അപ്പുറത്ത് ആ ചോദ്യം നേരിടുന്ന കൂട്ടത്തിലായിരുന്നുവല്ലോ ഈ നാസർ സുല്ലമി ഉണ്ടായിരുന്നത്. 2010 വരെ അദ്ദേഹം അവിടെ നിന്നു. നമുക്ക് 2002 KJ-യു രണ്ടു കൂട്ടരെയും ഒന്നിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യുകയും 18 തീരുമാനങ്ങൾ എഴുതി തയ്യാറാക്കി നമ്മെ അറിയിക്കുകയും ചെയ്തു. അന്ന് ആ തീരുമാനങ്ങൾ അംഗീകരിക്കാനാവാതെ മറുഭാഗത്ത് നിന്ന അബ്ദുൽ നാസർ സുല്ലമി 2010 ഇങ്ങോട്ട് വരികയും അൽഹംദുലില്ലാ നല്ല കാര്യമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ടും അവിടെ പ്രസംഗിച്ച അതേ പ്രസംഗം തന്നെ, അവിടെ പറഞ്ഞ അതേ ആദർശം തന്നെ, അവിടെ വിശദീകരിച്ച അതേ വിശദീകരണം തന്നെ ഇവിടെ വന്ന് വിശദീകരിക്കുകയും ഇവിടെയുള്ള നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ ചില ആളുകളെങ്കിലും എന്താണ് വസ്തുത എന്നറിയാതെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചുകൊണ്ട് അവര് രംഗത്തിറങ്ങുകയും അങ്ങനെ ഈ കാലം വരെയും തൗഹീദിന് വേണ്ടി പോരാടിയ, ഖുറാഫികൾക്കെതിരെ പോരാടിയ, മടവൂരികൾക്കെതിരെ പോരാടിയ, മൗദൂദികൾക്കെതിരെ പോരാടിയ, ഏതെല്ലാം നിലക്ക് ഇസ്ലാമിന് വിരുദ്ധമായ എന്തെല്ലാം ആദർശങ്ങൾ എവിടെയെല്ലാം കടന്നു വരുന്നുവോ അവിടെയെല്ലാം കഴിവിന്റെ പരമാവധി പോരാടാൻ രംഗത്തിറങ്ങിയ